ഫിലോസഫി ആൻഡ് എത്തിക്സ്. എന്താണ് ഫിലോസഫി? ഫിലോസോഫിയ എന്നീ രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഫിലോസഫി എന്ന പദം ഉണ്ടായത്. ഫിലോ എന്ന് പറയുന്നത് ലവ്, സോഫിയ എന്ന് പറയുന്നത് വിസ്ഡം, സോഫിയാസ് വിസ്ഡം, വിജ്ഞാനം എന്ന് പറയും. ഈ അറിവല്ല വിജ്ഞാനം. വിജ്ഞാനം എന്നത് അറിവിനപ്പുറമുള്ള സത്യമാണ്, അറിവിനപ്പുറമുള്ള ഉണ്മയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. സയൻസിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ സയൻസിന് മുകളിൽ ചിന്തിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടലാണ് ഫിലോസഫി. ഫിലോസഫിക്ക് 3 പ്രധാനപ്പെട്ട വഴികളാണുള്ളത്, 3 ഏരിയകളാണുള്ളത്: മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. ഒന്നാമത്തത് മെറ്റാഫിസിക്സാണ്. അതിഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ അതീത ഭൗതിക ശാസ്ത്രം എന്നും പറയും. യഥാർത്ഥ ലോകത്തിന് അപ്പുറത്തുള്ളതിന് ഉത്തരം കണ്ടെത്തലാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ ലോകത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലാണ് മെറ്റാഫിസിക്സ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ലോകം എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോകം എന്തിനാണ് ഉണ്ടായത്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്സിനെ 2ആക്കി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ജനറൽ മെറ്റാഫിസിക്സും മറ്റൊന്ന് സ്പെഷ്യൽ മെറ്റാഫിസിക്സും. ജനറൽ മെറ്റാഫിസിക്സിൽ വരുന്നതാണ് ഓണ്ടോളജി, സത്താശാസ്ത്രം. അതേസമയത്ത് സ്പെഷ്യൽ മെറ്റാഫിസിക്സിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് കോസ്മോളജി, മറ്റൊന്ന് തിയോളജി, മറ്റൊന്ന് സൈക്കോളജി. കോസ്മോളജി എന്ന് പറയുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് കോസ്മോളജി. മറ്റൊന്ന് തിയോളജി. തിയോളജി എന്ന് പറയുന്നത് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് സൈക്കോളജി. സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോഴുള്ള മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പണ്ട് ആന്ത്രോപോളജിയുടെ ഭാഗമായിരുന്ന സമയത്തുണ്ടായിരുന്ന സൈക്കോളജിയാണ് ഇവിടെ വരുന്നത്. സൈക്കോലോഗോസ്, മനസ്സിനെ സംബന്ധിച്ചുള്ള ആ പഠനത്തെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിലോസഫി എന്ന് പറയുന്നത് 3 ഏരിയ ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിലൊന്നാണ് മെറ്റാഫിസിക്സ്. ആ മെറ്റാഫിസിക്സിൽ അതിനെ 2ആക്കി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ജനറൽ മെറ്റാഫിസിക്സും മറ്റൊന്ന് സ്പെഷ്യൽ മെറ്റാഫിസിക്സും. ജനറൽ മെറ്റാഫിസിക്സിൽ ഓണ്ടോളജിയാണ്, സത്താശാസ്ത്രമാണ് വരുന്നത്. സ്പെഷ്യൽ മെറ്റാഫിസിക്സിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്: കോസ്മോളജി, തിയോളജി, സൈക്കോളജി. കോസ്മോളജി എന്ന് പറയുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തിയോളജി എന്ന് പറയുന്നത് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി സൈക്കോളജിയുടെ 2ാമത്തെ ഏരിയ എന്ന് പറയുന്നത് അപ്പിസ്തമോളജി. അപ്പിസ്തമോളജി എന്ന് പറയുന്നത് അറിവിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനമാണ്, അറിവിൻ്റെ ഘടനയെ പറ്റിയുള്ള പഠനമാണ് അപ്പിസ്തമോളജി. ഇവിടെയാണ് ലോജിക്ക് വരുന്നത്, തർക്കശാസ്ത്രം. യുക്തിസഹമായ തർക്കത്തിലൂന്നിയതാണ് ഈ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പിസ്തമോളജി എങ്ങനെയാണ്? അറിവിൻ്റെ ഘടനയെക്കുറിച്ചുള്ള, അറിവിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള വളരെ യുക്തിസഹമായ ഈ തർക്കശാസ്ത്രമായിട്ട് വരുന്നതാണ് അപ്പിസ്തമോളജി എന്ന് പറയുന്നത്. ഫിലോസഫിയുടെ മറ്റൊരു ഏരിയയാണ് ആക്സിയോളജി. മൂല്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. എത്തിക്സ് ഇവിടെയാണ് വരുന്നത്. എത്തിക്സും എസ്തറ്റിക്സും ഉണ്ട്. ആക്സിയോളജിയുടെ ഭാഗമായിട്ട് എത്തിക്സും ഉണ്ട്, എസ്തറ്റിക്സും ഉണ്ട്. ഇവ 2 മൂല്യനിർണ്ണയമാണ്. എത്തിക്സ് എന്ന് പറയുന്നത് നൈതികത. നൈതികത എന്ന് പറയുന്നത് പ്രവർത്തനം, ആക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതാണ്. പ്രവർത്തനത്തെക്കുറിച്ചാണ് നൈതികതയിൽ പറയുന്നത്. അതേസമയത്ത് എസ്തറ്റിക്സിൽ സൗന്ദര്യാത്മകതയിൽ ഒബ്ജക്റ്റീവിൻ്റെ വാല്യൂയാണ് പരിശോധിക്കുന്നത്. ഒബ്ജക്റ്റീവിൻ്റെ മൂല്യത്തെയാണ് പരിശോധിക്കുന്നത്, വസ്തുവിൻ്റെ മൂല്യത്തെയാണ് പരിശോധിക്കുന്നത്. എത്തിക്സിൽ അങ്ങനെയല്ല. എത്തിക്സിൽ വ്യക്തികളുടെ പ്രവർത്തനം എന്താണെന്നാണ് പരിശോധിക്കുന്നത്. എത്തിക്സും മൊറാലിറ്റിയും തമ്മിൽ മാറ്റമുണ്ട്. എത്തിക്സ് എന്ന് പറയുന്നത് അത് സാർവത്രികമായി നീതീകരിക്കപ്പെട്ട ആശയമാണ്. എത്തിക്സ് എന്ന് പറയുന്നത്, നൈതികത എന്ന് പറയുന്നത് യൂണിവേഴ്സലായി സാർവത്രികമായിട്ട് നീതീകരിക്കപ്പെട്ട ആശയമാണ്. മൊറാലിറ്റി എന്ന് പറയുന്നത്, സദാചാരം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിനും സമൂഹത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ എത്തിക്സിനെ, ഈ നൈതികതയെ നമ്മുടെ PhD പ്രബന്ധത്തിൽ കൊണ്ടുവരാനാണ് UGC ഈ പേപ്പർ പഠിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.